നിന്നുകൊണ്ട് പറയുമ്പോൾ അവർ വിചാരിക്കുക നമ്മളിവിടുന്ന് സംസാരിക്കുക നാട്ടിൽ അല്ലല്ലോ, അവിടെ നമ്മൾ ഫണ്ട് ഉണ്ടാക്കുമല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ കറൻ്റ്ലി എൻ്റെ പേര് അമ്രാസ്, നാട്ടിൽ എറണാകുളം ജില്ലയിൽ പോകുന്ന സ്ഥലത്താണ്. ഇവിടെ എന്താ ചെയ്യണേ? ഞാനിപ്പോ ഷെഫായിട്ടാണ് വർക്ക് ചെയ്യണത്. ഞാൻ ലണ്ടനിലാണ്, ഇപ്പൊ കറന്റ് ലണ്ടനിലാണ് ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണോ? സ്റ്റുഡന്റ് ആയിട്ടാണ് ബ്രോ വന്നത്. കൊല്ലാവറായി, സെപ്റ്റംബർ ഇൻടേക്ക് ആയിരുന്നു 2022. ആ ടൈമിലൊക്കെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ആ ടൈമിൽ ഓക്കെ ആയിരുന്നു. ആ ടൈമിൽ അത്ര റഷ് ഇല്ലായിരുന്നു, ഇന്ത്യക്കൊക്കെ കുറവായിരുന്നു, ഓക്കെ ആയിരുന്നു. ആ ടൈമിലൊന്നും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ എനിക്കൊരു 1 മന്ത് താഴെ ജോലിക്ക് കയറാൻ പറ്റി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മോശമാണ്. പുതുതായിട്ട് സ്റ്റുഡന്റ് ആയി വരാൻ ശ്രമിക്കുന്നത് എന്താ പറയാനുള്ളത്? പുതിയതായിട്ട് എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ? ഇപ്പൊ അവര് ചിന്തിക്കും നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് പറയുമ്പോൾ അവര് വിചാരിക്കുക നമ്മളിവിടുന്ന് സംസാരിക്കുക നാട്ടിൽ അല്ലല്ലോ, അവിടെ നമ്മൾ ഫണ്ട് ഉണ്ടാക്കുമല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ കറന്റ്ലി അവസ്ഥ മോശമാണ്. നോക്കിയും കണ്ടും ബെറ്റർ വേറെ കൺട്രി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്. റൂള് ഡേ ബൈ ഡേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിലവിലുള്ളവരുടെ അവസ്ഥ വരെ ഇച്ചിരി മോശമാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്റ്റഡീസ് റിലേറ്റ് ചെയ്ത് ഒരു ജോലി കണ്ടെത്താൻ പാടാണ്, സർവൈവ് ചെയ്യാൻ പാടാണ് ഇവിടെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ഉണ്ടാക്കാനുള്ളൊരു മൈൻഡ്, പണിയെടുക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു കൺട്രിയാണ്. അതാണ് ഒരു പോസിറ്റീവ് സൈഡ്. നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു കൺട്രിയാണ് പണിയെടുക്കാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ. നമുക്ക് നാട്ടിൽ തന്നെ ഒരു ജോബ്, അതായത് പാർട്ട് ടൈം ജോബ് സെക്യൂർ ആക്കി വരികയാണെങ്കിൽ ഇവിടെ സേഫ് ആണ്. ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം കണ്ടെത്താന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? നാട്ടിൽ നിന്ന് ഏജൻസി ത്രൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പൊ എന്റെ അറിവിൽ ഒരുപാട് പേരുണ്ട് ജോലി ഇല്ലാണ്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ജോലി ആയിട്ടില്ല ഇതുവരെ. നിലവിൽ ഇപ്പൊ പറഞ്ഞ പോലെ അവസ്ഥ മോശമാണ്. എന്നാലും നാട്ടിൽ നിന്ന് ഓക്കെ ആക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇവിടെ വന്ന് ഇപ്പൊ എന്റെ അറിവിൽ 6 മാസമായിട്ട് ജോലി ഇല്ലാത്തവരുണ്ട്. ഫാക്റ്റാണ്, പക്ഷെ ആരും ചിന്തിക്കില്ല. ഓക്കെ.